എനിക്ക് തോന്നുന്നു ജാസിയുടെ എല്ലാവർക്കും കുശുമ്പാണ്. ജാസിയുടെ വളർച്ചയിൽ അല്ലെ കുശുമ്പാണ്. പിന്നെ ജാസിയുടെ കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോൾ കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടും. അങ്ങനെ പറയരുത് പ്ലീസ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. വർഷങ്ങളായിട്ട് കൂടെ നിന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്നിട്ട് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും സുഖവിവരങ്ങൾ തിരക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വൈറൽ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരാൻ വേണ്ടിട്ട് പബ്ലിക്കില് പെട്ടെന്ന് ഇതാകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇത് തരം താന്നിയ ഒരു കാര്യമാണ്. എന്തോ ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയും. അന്റെ കുണ്ടനാണ് പബ്ലിക്കില് പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ടും ഇജും അന്റെ കുണ്ടനോട് പബ്ലിക്കിൽ പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ടും ഈ റീച്ച് കൂടാ കിട്ടാൻ വേണ്ടിയിട്ടും ഈ നാടകങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാണ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. 25 നിങ്ങളെ നാടകങ്ങളിൽ തന്നെ ഫുള്ള് ഞങ്ങൾ കണ്ടിരുന്നേ. ഞങ്ങളെ കുറച്ച് നാടകങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. പരേരന്റെ കൂടെ കുറെ നടന്നിട്ട് ഒന്നും ആയിട്ടില്ല. പരേരോ പൊട്ടനാണ്. എന്റെ തലച്ചോറും നായി നക്കുന്നത്. എന്റെ തലച്ചോറും കത്തിപ്പോകുന്നുള്ള ചിന്താഗതി എനിക്ക് വന്നപ്പോ ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇജ് കൂട്ടുകുടിച്ചൊരു വ്യക്തിയല്ലേ ഈ ജാസി. 2020 മുതലുള്ള കഥ ഒന്നും അനക്കറിയില്ല. ഇജ് പറയണ്ട. ഈ മിഞ്ഞാന്ന് മുതൽ കൂടിയിട്ടുള്ളൂ ജാസിന്റെ കൂടെ. കാരണം തീട്ടുള്ളവന്റെ കുണ്ടിൽ ഈച്ച ഉണ്ടാവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോയിന്റ്. അതേപോലെ കൂടിയത് ഈച്ചി. പിന്നെ ഇങ്ങനെ മനസാക്ഷിയില്ല സംസാരിക്കരുത് സാർ. ഹെലിനോസ് പാട്ടാന്ന് പറഞ്ഞ പെൺകുട്ടി അത്യാവശ്യം നല്ല റീച്ചുള്ള പെൺകുട്ടിയാണ്, നട്ടലുള്ള പെൺകുട്ടിയാണ്, ചങ്കൂറ്റുള്ള പെൺകുട്ടിയാണ്. അത് മനസ്സിലായി. എന്നെപ്പോലെ തീട്ട എവിടെ ഉള്ളത് ആ അങ്ങോട്ട് ഈച്ച എന്നാണ് പാർണമായി ഇങ്ങനെ പാറി അടക്കല്ല. പുതിയതാണല്ലേ? അല്ലടാ സത്യം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ?